മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ NMMS എക്സാമിനേഷന് വേണ്ടി മക്കളെല്ലാം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. മക്കൾക്ക് എല്ലാവർക്കും നമ്മളെല്ലാം മുമ്പേ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ഏതൊക്കെ ഏരിയ ആണ് NMMSലെ സാറ്റിലെ സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് മക്കൾ ഏറ്റവും കൂടുതലായിട്ട് റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്ന് നമുക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കളെ ഓർമ്മയിലുണ്ടല്ലോ, നമ്മുടെ NMMS എക്സാമിനേഷൻ സോഷ്യൽ സയൻസിൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും? ടോട്ടലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 35 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ ഏതെന്ന് മാത്രം ഉണ്ടായിരിക്കും, സോഷ്യൽ സയൻസ് മാത്രം ഉണ്ടായിരിക്കും. അതിൽ സോഷ്യൽ സയൻസ് തന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററിയുടെ ഭാഗം നമ്മൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇന്ന് ജോഗ്രഫിയുടെ ഭാഗം ഡിസ്കസ് ചെയ്യാം. ജോഗ്രഫിയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് മക്കൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എർത്ത് ആണ്, അഥവാ ഭൂമിയെ കുറിച്ചാണ്. ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും പഠിക്കണം, ഭൂമിയുടെ പുറത്തുള്ള കാര്യങ്ങളും പഠിക്കണം. അതേസമയം രണ്ടാമത്തെ നമ്മളെ മാപ്പുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായിട്ടാണ് നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗവും നന്നായിട്ട് റെഫർ ചെയ്തിരിക്കണം. സോ അതിലെ ഒരു ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ അവിടുന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമുക്കൊന്ന് നോക്കിയാലോ? കൂടെ തന്നെ ഉണ്ടാവില്ല മക്കളെ. സോ നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് പഠിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിലേക്ക്, എന്ന് വെച്ചാൽ ഭൂമിയുടെ അകത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ അകത്ത് ശരിക്കും നമുക്ക് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയും. ദ സെക്കൻഡ് വൺ മാന്റിൽ ആണ്. മാന്റിൽ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിലും വിളിക്കാം, മലയാളത്തിനും വിളിക്കാറുള്ളത്. ദ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കോർ ആണ്, കാമ്പാണ്. ഇതിനെ തന്നെ ഇന്നർ കോർ ഔട്ടർ കോർ എന്ന് പറയാൻ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് അവിടെ നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പൊ അവിടെ കിടക്കണ്ടേ. നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കാം ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്ന് പഠിച്ചു വെക്കാം, അഥവാ ഭൂവൽക്കം, മാന്റിൽ, കാമ്പ് എന്ന് പറയുന്നത്. അതിൽ ക്രസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ പുറത്തുള്ള ഒരു ഔട്ടർ ഷെല്ല് പോലെ കിടക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിലുകളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരാം. അപ്പൊ നമ്മളൊക്കെ നിൽക്കുന്നത് ക്രസ്റ്റിലാണ്, ഭൂവൽക്കത്തിലാണ് എന്ന ഓർമ്മ എന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എന്നാൽ ഭൂമിയുടെ ഏറ്റവും സെന്റർ പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? അത് കോറാണ്, കാമ്പാണ്. ഓക്കെ, അതിൽ ഓരോന്നിന്റെയും ഡീറ്റെയിലുകൾ നമ്മളൊന്ന് ജസ്റ്റ് പഠിച്ചിട്ട് അവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ക്രസ്റ്റ്, ഭൂവൽക്കത്തിന്റെ കാര്യം നോക്കാം. ഭൂവൽക്കം എന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യാണ്, തിന്നാണ്. കമ്പാരിറ്റീവ്ലി തിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കളർ മാറ്റാം അല്ലെ, ഒരേ കളറിന്റെ ആകുമ്പോൾ മക്കൾക്ക് മനസ്സിലാവില്ല. കമ്പാരിറ്റീവ്ലി തിൻ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഒരു ഔട്ടർ ഷെല്ലാണ്, എന്ന് വെച്ചാൽ നമ്മുടെ ആമയുടെ പുറന്തോട് എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഭൂമിയുടെ ഒരു പുറത്തെ തോട് പോലെ നിൽക്കുന്ന, നമ്മളെല്ലാം നിൽക്കുന്ന സ്ഥലമാണ് ഭൂമിയുടെ ഒരു പുറന്തോടാണ്. അതുപോലെ തന്നെ താരതമ്യേന എന്ത് ചെയ്യാണ്, നേർത്ത എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞിട്ടാണ്. അതിന് ആകെയുള്ള കട്ടി എന്ന് പറഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ താഴെ വരെ മാത്രമേ ഏത് വരുന്നുള്ളൂ, ക്രസ്റ്റ് വരുന്നുള്ളൂ, ഭൂവൽക്കം വരുന്നുള്ളൂ. ഒരു കാര്യം പറഞ്ഞിട്ട് മക്കളെ, ഈ ക്രസ്റ്റിന്റെ താഴോട്ട് പോലും മനുഷ്യൻ ഇതുവരെ പോയിട്ടില്ല. മനുഷ്യന് ഈ ക്രസ്റ്റിന്റെ ഉള്ളിലോട്ടുള്ള വിവരം പോലും അല്ലെങ്കിൽ മനുഷ്യന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. വെറും 12.2 കിലോമീറ്റർ വരെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മനുഷ്യൻ ഭൂമിയുടെ താഴോട്ട് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഔട്ടർ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ അതിലെന്ത് ചെയ്യാണ്, നമ്മൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ ആണ് കട്ടി വരുന്നത്. കമ്പാരിറ്റീവ്ലി തിന്നാണ്, കട്ടി കുറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഔട്ടർ ഷെല്ലാണ്, പുറന്തോടാണ്. ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിക്കാം. അഥവാ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിക്കാം. ആരും ചെയ്യാം, ഇവിടെ ഭൂമിയുടെ പുറത്ത് രണ്ട് ഭാഗങ്ങളല്ലേ ഉള്ളത്. ഒന്ന് കടലിന്റെ ഭാഗമുണ്ട്, രണ്ട് കരയുടെ ഭാഗമുണ്ട്. കരയുടെ ഭാഗമാണ് ഈ വൻകര ഭൂവൽക്കം, കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കടലിന്റെ ഭാഗം ഓഷ്യാനിക് ക്രസ്റ്റ്, സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിൽ ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ വൻകര ഭൂവൽക്കം എന്ന് പറയുന്നത്, അത് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ സിലിക്കയും അലുമിനിയം കൊണ്ടാണ്. അത് നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സിലിക്ക, അലുമിന. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് സിയാൽ എന്ന പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ അഥവാ നമ്മളെ വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരാണ് സിയാൽ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് സിയാൽ എന്ന് വിളിക്കാനുള്ള കാരണം, ദാറ്റ് വാസ് മെയ്ഡ് ഫ്രം ദ സിലിക്ക ആൻഡ് അലുമിന. സിലിക്കയുടെ ഈ സിലിക്ക എന്ന് പറയുന്നതിന് SI, അലുമിനയുടെ AL, അതാണ് സിയാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അതിനെ വിളിക്കുന്ന പേര് സിയാൽ എന്ന് വിളിക്കുന്നു കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ വൻകര ഭൂവൽക്കത്തെ. അപ്പൊ സമുദ്ര ഭൂവൽക്കത്തെയോ, സമുദ്രം, ആ വാക്ക് തന്നെ നമ്മൾ ഓർത്തു വെക്കാം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് സിമ എന്നാ വിളിക്കാറ്. എന്താ വിളിക്കുക? സിമ എന്ന് വിളിക്കാനുള്ള കാരണം ഒറ്റൊന്നാണ്, അത് നിർമ്മിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിയാൽ പോലെ തന്നെ സി അഥവാ സി എന്ന് പറയുന്നത് ഏതാണ്, സിലിക്കയുണ്ട്. രണ്ടാമത്തെ അലുമിനയ്ക്ക് പകരം ഇവിടെ ഉള്ളത് മഗ്നീഷ്യം ആണ്. സോ സിമ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഓഷ്യാനിക് ക്രസ്റ്റിന്റെ സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കാറുള്ളത്. സോ ഈ പേരുകൾ രണ്ടെണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് NMMS ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയയാണ് സിയാലും സിലിക്ക എന്ന് പറയുന്നത്. മറക്കാതിരിക്കാൻ ഓർത്തു വെക്കേണ്ട രീതി എങ്ങനെയാ, സിമ സമുദ്രം അഥവാ ഓഷ്യൻ, സിമ സമുദ്രം, ഓഷ്യൻ എന്ന് ഓർത്ത് വെക്കാൻ മതി. അപ്പൊ സിയാൽ ഏതാണ്,
വൻകര. അലുമിനിയം ഒക്കെ ഉള്ളത് വൻകരയിലാണ്, നമ്മുടെ കരയിലാണ് നമ്മൾ അലുമിനിയം ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. എന്നാൽ നമ്മൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നു. അടുത്താണ് മക്കളെ നമ്മുടെ മാന്റിൽ എന്ന് പറയുന്നത്. നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ അല്ലെ നമ്മുടെ ക്രസ്റ്റിന്റെ ഭൂവൽക്കത്തിന്റെ നേരെ താഴെ കിടക്കുന്നതാണ് ഇത് മാന്റിൽ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും കട്ടി കൂടിയ പുറന്തോടൊക്കെ ആയിട്ട് നമ്മൾ പറയുന്ന സാധനം കേട്ടോ. ലൊക്കേറ്റഡ് ബെനീത്ത് ഓഫ് ദ ക്രസ്റ്റ്, ക്രസ്റ്റിന് താഴെയായിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് അപ് ടു 2900 കിലോമീറ്റേഴ്സ്. മറ്റത് വെറും 40 കിലോമീറ്റർ മാത്രം. ഇവിടെയാണെങ്കിലോ 2900 കിലോമീറ്റേഴ്സ് വരെ കട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, അപ്പർ മാന്റിലും ലോവർ മാന്റിലും. എന്ന് വെച്ചാൽ ഉപരി മാന്റിൽ അധോ മാന്റിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇവിടെ വലിയ ഡീറ്റെയിൽ പറയുന്നുണ്ട്, ഇവിടെ വലിയ ഡീറ്റെയിലുകൾ നമുക്ക് വരുന്നില്ല. എന്നാൽ നമുക്ക് ഏറ്റവും അവസാനത്തെ ഡീറ്റെയിലുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തെ ഭൂമിയുടെ സെന്റർ പൊസിഷൻ എന്ന് പറയുന്നതാണ് കോർ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ മർദ്ദം കൂടിയ സ്ഥലമാണ് ഈ കോർ എന്ന് പറയുന്ന, കാമ്പ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്ന സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഏറ്റവും കേന്ദ്ര ഭാഗമാണ്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാ വരുന്നത്. സോ ആ ഒരു ഓർഡർ പഠിച്ചു നോക്ക്. ഫസ്റ്റ് നമ്മളത് എത്രയാ, 40 കിലോമീറ്റേഴ്സ് ആ. അത് കഴിഞ്ഞിട്ട് അത് മുതൽ 2900 കിലോമീറ്റർ വരെ മാന്റിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് അത് മുതൽ 6371 കിലോമീറ്റർ വരെ ഏതാണ്, നമ്മളെ ആക്ച്വലി കോറാണ്, കാമ്പാണ്. സോ ഈ ഒരു ഓർഡർ എന്റെ മക്കൾ എന്ത് ചെയ്ത് ഒരിക്കലും മറക്കാതിരുന്നാൽ മതി. ഇത് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത് ഔട്ടർ കോറും ഇന്നർ കോറും, അഥവാ പുറക്കാമ്പ് അകക്കാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അതിൽ ഇന്നർ കോറിനെ വിളിക്കുന്ന പേരാണ് നിഫെ. ഇന്നർ കോറിന് മറ്റൊരു പേര് കൊടുത്താൽ നിഫെ എന്ന് പറയുന്നത്. ബിക്കോസ് അതിന്റെ റീസൺ എന്താ വെച്ചാൽ, നിഫെ എന്ന് വിളിക്കാനുള്ള കാരണം ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഫ്രം ദ നിക്കൽ ആൻഡ് ഫെറസ്. അത് നിർമ്മിച്ചിട്ട് നിക്കൽ കൊണ്ടും ഫെറസ് കൊണ്ടുമാണ്. സോ നിക്കലിന്റെ NI എന്നും ഫെറസിന്റെ FE എന്നും കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിഫെ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 3 പേരുകൾ മക്കളുടെ മനസ്സിലുണ്ടായിരിക്കാം, സിയാൽ, സിമ, നിഫെ. ഓക്കെ, അത് മനസ്സിൽ ഓർമ്മയിലുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു നോക്കാം. ശരിക്കും ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞ ശിലാമണ്ഡലം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഈ കാര്യത്തിന്റെ ഉള്ളിലേക്ക് തന്നെ വരാം. നമ്മൾ നേരത്തെ പഠിച്ച വരുതാ, ഇവിടെ ക്രസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ മാന്റിൽ ഉണ്ട്, ഇവിടെ കോർ ഉണ്ട്. ഓക്കെ ആണല്ലോ, ഇത് നമ്മൾ നേരത്തെ പഠിച്ച. എന്നാൽ ഈ ക്രസ്റ്റിന്റെയും മാന്റിലിന്റെയും ഇടയിൽ ശരിക്കും 2 ആളുകളും കൂടെ ഉണ്ട്. ക്രസ്റ്റിന്റെയും മാന്റിലിന്റെയും ഇടയിൽ എന്താണ്, ശരിക്കും ഈ ക്രസ്റ്റിന്റെയും മാന്റിലിന്റെയും ഇടയിൽ സാൻഡ്വിച്ച് പോലെയാ. ക്രസ്റ്റ് മുകളിൽ കിടക്കുന്നുണ്ട്, മാന്റിൽ താഴെ കിടക്കുന്നു. ഇതിനിടയിൽ 2 ആളുകൾ കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ശിലാമണ്ഡലം എന്ന് പറയുന്നു. അതിന് താഴെയുള്ള അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു. അസ്തനോസ്ഫിയറിന് ഇംഗ്ലീഷിലും മലയാളത്തിലും അസ്തനോസ്ഫിയർ എന്നാ പറയാം. പക്ഷെ ലിത്തോസ്ഫിയറിന് മലയാളത്തിൽ വിളിക്കുക ശിലാമണ്ഡലം എന്നാ വിളിക്കുക. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മക്കളെ, നമ്മുടെ പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അങ്ങനെ കുറെ ലിത്തിക് എന്ന് കേട്ടില്ലേ. പാലിയോലിത്തിക് എന്നുള്ളതാണ് പ്രാചീന ശിലായുഗം. ശില, പാറ എന്നാണ് അർത്ഥം വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ശിലാമണ്ഡലം ലിത്തോസ്ഫിയർ അവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഭൂമിയിൽ ഏറ്റവും ഒരു ലിത്തിക് ആയിട്ട് അഥവാ ശിലകൾ പോലെ കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. സോ നമ്മളെ ഓർഡർ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടി ഈ ഒരു ഓർഡറും കൂടെ ഞാൻ ഇവിടെ തന്നിട്ടേ. അപ്പൊ ക്രസ്റ്റ് കിടക്കുന്നു, ഭൂവൽക്കം കിടക്കുന്നു, ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായിട്ട് ആരാ കിടക്കുന്നു മക്കളെ, ആരാടോ മക്കളെ, ലിത്തോസ്ഫിയർ ശിലാമണ്ഡലമാണ്. അതിന് താഴെ അസ്തനോസ്ഫിയർ ആണ്, അതിന് താഴെ മാന്റിലാണ്, അതിനും താഴെ കോറാണ്, കാമ്പാണ്. സോ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് മക്കൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതാ. ഇവിടുത്തെ എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ട്, വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, മക്കളൊന്ന് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാ, ബൈ വിച്ച് നെയിം ദ കോർ ഈസ് ആൾസോ നോൺ ആസ്. ഭൂമിയുടെ കാമ്പിനെ മറ്റേത് പേരിൽ വിളിക്കുന്നു? സിയാറാണോ? അല്ല, ഒരിക്കലുമല്ല. സിമയാണോ? അതുമല്ല. ഏതാണ്? നിഫെ. എക്സാക്ട്ലി കറക്റ്റ് അല്ലേ. നമ്മൾ ഇന്നർ കോറിന് അകക്കാമ്പിനെ വിളിച്ച പേരായിരുന്നു നിഫെ, നിക്കലും ഫെറസ് കൊണ്ട് നിർമ്മിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, അത് നമ്മൾ സെറ്റ് ആക്കിയിട്ട് അവിടെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡെപ്ത് ഓഫ് എർത്ത് മാന്റിൽ എസ്റ്റിമേറ്റഡ് ആസ്. ഭൂമിയുടെ മാന്റിലിന്റെ ആഴം എത്രയായിട്ട് കണക്കാക്കുന്നു? 40 കിലോമീറ്റർ ക്രസ്റ്റ് ആണ്, ഭൂവൽക്കമാണ്. 2900 കിലോമീറ്റർ. ഇവിടെ ഏതാ സെക്കൻഡ് ഓപ്ഷൻ? 2900 കിലോമീറ്റർ. സിമ്പിൾ. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ നമുക്ക് വരുന്നുള്ളൂ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് നോൺ ആസ്. വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? സിയാലാണോ സിമയാണോ? സിമ സമുദ്രമാണോ പറഞ്ഞത്? സമുദ്രമല്ല ഇവിടെ ചോദിച്ചു, നമ്മളോട് കോണ്ടിനെന്റ് ആണ് ചോദിച്ചത്. അപ്പൊ ഏതാണ്? സിയാലാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ സിയാലാണ്. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സിയാലാണ്. സിയാൽ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? സിലിക്കയും അലുമിനിയം കൊണ്ട് നിർമ്മിച്ചാണ്. എന്നാൽ അടുത്തത്, ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് മക്കളെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നില്ല. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വളരെ ചെറിയൊരു ടൈമിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. ഇതുപോലത്തെ റെക്കോർഡും ലൈവുകളും എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിൽ അടിപൊളിയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ മക്കൾ ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുടെ ഈ QR ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
ഈ ചാൻസ് നിങ്ങൾക്ക് ഇനി കിട്ടൂല. സോ അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എല്ലാം നിങ്ങളുടെ 8th പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട് പറയാം, വേഗം തന്നെ ബ്രഹ്മോസിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാട്ടോ. ഒരിക്കലും മറക്കണ്ട, ഇതുപോലത്തെ എല്ലാ സെഷൻസുകളും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇതാണ്: The layer is partially molten state just beneath of the lithosphere. ലിത്തോസ്ഫിയർ തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന അർദ്ധദ്രാവകാവസ്ഥയിൽ പാടി ക്രസ്റ്റ് ഭൂവൽക്കം. ലിത്തോസ്ഫിയർ, അതിന് താഴെതാ അസ്തെനോസ്ഫിയർ. സോ ദ റൈറ്റ് ആൻസർ അസ്തെനോസ്ഫിയർ. എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ദ തിക്കസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഏറ്റവും കനമുള്ള പാളി എന്ന് വിളിക്കുന്നത്. ഇത് മക്കൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. മക്കളെ, ഭൂമിയുടെ ഏറ്റവും കനമുള്ള പാളി എന്ന് വിളിക്കുന്നത്, അതിന് നമ്മൾ വിളിക്കുന്നത് മാന്റിലിനെ കേട്ടോ. ഭൂമിയുടെ ഏറ്റവും തിക്കസ്റ്റ് ലെയർ അഥവാ കനമുള്ള പാളി എന്ന് വിളിക്കുന്നത് മാന്റിലിനെയാണ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നിഫെ ഇസ് ദ നെയിം ഗിവൺ ടു നിഫെ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ അടിപൊളിയായിട്ട് കമന്റ് ചെയ്തോളാം. ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണോ? താഴെ കമന്റ് ചെയ്തോ. ഇതുപോലത്തെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ.